ബൈജൂസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പാൽബൺ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽബൺ വളരെ ഈസി ആയിട്ട് ഇഡലി പാത്രത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. പാവ് ബജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാൽ ബണ്ണിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഇത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ബൺ തയ്യാറാക്കുന്നതിനായി ആദ്യമേ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. ഇനി ഈ ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ബൗളിൽ പാൽ ഒഴിച്ചതിന് ശേഷം പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഈസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബൗൾ ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ബൗൾ തുറന്നു നോക്കാം. നമ്മുടെ പാൽ കണ്ടോ, ഇങ്ങനെ ഈ അവസ്ഥയിലായിരിക്കും ഇരിക്കുക. സംഭവം പൊളിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴയ്ക്കുക. നന്നായി ഇടിച്ച് പരത്തി തകർത്ത് തിമിർത്ത് കുഴയ്ക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചു വെച്ച മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ മൈദ ഇടിച്ച് പിഴിഞ്ഞ് കുഴച്ച് മറിക്കുക. മൈദ ഇടിച്ച് പിഴിഞ്ഞ് കുഴയ്ക്കുമ്പോൾ മൈദ കുഴയുക മാത്രമല്ല, നമുക്ക് നല്ല ഒരു എക്സസൈസ് കൂടെ ചെയ്ത ഫീൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇനി ഒരു ഫുഡ് റാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബൗൾ ഇങ്ങനെ കവർ ചെയ്യുക. ഫുഡ് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അടപ്പ് ഉപയോഗിച്ചും ഇത് അടച്ചു വയ്ക്കാം. പക്ഷേ ബൗള് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വലിയ ബൗളായിരിക്കണം, അല്ലെങ്കിൽ മാവ് പുളിച്ച് മറിഞ്ഞ് പുറത്തു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് പുളിക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് പുളിച്ചു വരേണ്ടതാണ്. ഇനി പുളിച്ചില്ല എങ്കിൽ പുളിക്കുന്നത് വരെ മാറ്റിവെക്കുക. അപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നല്ല കിടുവായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം മാവ് കുക്ക് ടോപ്പിലേക്ക് ഇടുക. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മാവ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ 6 പീസായിട്ടാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ചെറിയ ഉരുളയാക്കിയതിന് ശേഷം നമുക്കിനി ഒരു കേക്കിൻ്റെ മോൾഡ് എടുക്കാം. അത് എടുത്തതിന് ശേഷം അതിൽ ഇത്തിരി ഉരുക്കിയ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് ഇങ്ങനെ അതിൻ്റെ സൈഡിലെല്ലാം നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് കേക്ക് മോൾഡിലേക്ക് ഇത് പെറുക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള ഏത് മോൾഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വേണമെങ്കിൽ ഇഡ്ഡലി തട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം മോൾഡിൽ ഇങ്ങനെ പെറുക്കി വെച്ചതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് ഇത് മൂടുക. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണ് ഒന്നുകൂടെ പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി ഈ ബണ്ണിൻ്റെ മുകളിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് പാല് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇടുക. ശേഷം ഇതുപോലെ ഒരു സ്റ്റാൻഡ് അതിൽ വെച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഉപ്പിടേണ്ട ആവശ്യം വരികയില്ല. 10 മിനിറ്റ് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് ബണ്ണ് അതിൽ വെച്ച് അടച്ചു വയ്ക്കാം. പാത്രം അടച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് 25 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ട് ബേക്ക് ചെയ്യുക. 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇഡ്ഡലി പാത്രം തുറന്നതിന് ശേഷം നിങ്ങൾ ഈ ബണ്ണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾ കുറച്ച് ഉരുക്കിയ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. ശേഷം ഒരു തുണി കൊണ്ട് ഇങ്ങനെ മൂടി വെച്ച് തണുക്കുന്നതിന് അനുവദിക്കുക. തണുത്ത് കഴിയുമ്പോൾ കണ്ടോ, നമ്മുടെ ബൺ നന്നായിട്ട് സോഫ്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്നും എടുത്തു നോക്കാം. മോൾഡിൽ നിന്ന് എടുക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലേക്ക് ഈ മോൾഡ് എടുത്തത് ഇങ്ങനെ കമത്തി വെക്കുക.
കമത്തി വെച്ചതിന് ശേഷം ആ മോൾഡിന് മുകളിൽ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് താഴോട്ട് പോകും, മോൾഡ് മേലോട്ടും വരും. ഇപ്പോൾ കണ്ട ഒരു ബ്രെഡ് പോലെ ഉണ്ടല്ലേ. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. കണ്ടോ, നമ്മൾ പാവ് ബജി ഉണ്ടാക്കാൻ കടയിൽ നിന്നും വാങ്ങുന്ന പാൽ ബണ്ണിന്റെ അതേ ഷേപ്പില്ലേ. ഇനി പൊട്ടിച്ചു നോക്കാം. കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത രുചിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.